ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചേനത്തോരൻ്റെ റെസിപ്പിയാണ്. നമ്മൾ ആദ്യം ചേന കുറച്ചെടുത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടുക് താളിക്കാൻ വേണ്ടി ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചു. അതിലേക്ക് ശകലം എണ്ണ ഒഴിച്ചു കൊടുത്തു. കടുക് ഇട്ടു, പച്ചമുളക് ഇട്ടു, ശകലം കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന സവാള ആദ്യം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം അതൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ശകലം ഉപ്പ് ഇട്ട് കൊടുക്കുക, അതും ഇട്ട് നല്ലവണ്ണം വഴറ്റുക. ഈ സവാളയൊക്കെ നല്ലവണ്ണം വഴണ്ട് കളറൊക്കെ മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിലേക്ക് ചേന ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് വേകാനുള്ള വെള്ളം ശകലം തളിച്ച് കൊടുത്തിട്ട് നമുക്കത് അടച്ചു വെച്ച് വേവാൻ വേണ്ടി കാത്തിരിക്കാം. ഇനി കൂട്ടിനായിട്ട് നമ്മൾ ശകലം തേങ്ങ എടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 സ്പൂൺ മുളക് പൊടി, പിന്നെ ശകലം ജീരകം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടപ്പ് തുറന്നിട്ട് നമ്മൾ ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതിലേക്ക് നമ്മൾ ഈ ജാർ കഴുകി ശകലം വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കൂട്ട് ആവി കയറാൻ വേണ്ടി നമുക്ക് അടച്ചു വയ്ക്കാം. വെള്ളമൊക്കെ വറ്റി നല്ലവണ്ണം ആവി കയറി നമ്മളിനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. നമ്മുടെ ചേനത്തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട്.